ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തുണി സഞ്ചി എങ്ങനെ നമുക്ക് സ്വന്തമായി തയ്ച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോയുമായാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് തയ്ക്കുന്നതിനായി ഞാനിവിടെ ഒരു സഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് വെച്ചാണ് ഞാൻ ഈ തുണിസഞ്ചി തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തുണിസഞ്ചി തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോറ തുണിയാണ്. ഇത് നിങ്ങൾക്ക് സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് തുണിസഞ്ചി തയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി എടുത്തിരിക്കുന്ന ഈ ബ്ലൂ സഞ്ചിയുടെ അളവുകൾ ഈ കോറ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തുണിയെ ഞാൻ ഇതുപോലെ ഇങ്ങനെ രണ്ടായി മടക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ മടക്കുകയാണെങ്കിൽ അതിന് ശേഷം ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ തുണിസഞ്ചി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ സഞ്ചി ഈ മാർക്ക് ചെയ്ത ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു സൈഡ് തയ്ക്കാനുള്ള സ്പേസ് നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എത്രയാണോ അളവ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ സ്ക്വയറിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ പിടിക്കാനുള്ള വള്ളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 ഇഞ്ച് വീതിയും ഒരു 13 ഇഞ്ച് നീളവും വരുന്ന തുണി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ വള്ളി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ 2 സൈഡിൽ നിന്നും 1/4 ഇഞ്ച് വീതം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഒരു 3/4 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ വള്ളി എവിടെയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ വള്ളി ഏകദേശം എവിടെയാണോ വരുന്നത് ആ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ വള്ളി വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വള്ളി ഇവിടെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ 1/2 ഇഞ്ച് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ലൈൻ വരെ ഒന്നുകൂടി മടക്കുക. അപ്പോൾ ആ സമയം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നാടയുടെ ഒരു വശം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മറ്റേ വശം ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഇങ്ങനെ മൊത്തമായി ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ ഇങ്ങനെ വെച്ച് മുകളിലേക്കുള്ള താഴെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ വള്ളി നല്ല ഉറപ്പോടെ തന്നെ ഇവിടെ നിൽക്കും.
അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ല വശത്തു നിന്നാണ്. അതിനുശേഷം ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മുകളിലേക്കൂടി സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡ് ഭാഗം ഉള്ളിൽ നിന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഈ വള്ളിയുടെ മറ്റേ ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഭാഗവും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വള്ളിയൊക്കെ പുറത്ത് കാണാതെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉൾഭാഗത്ത് വെച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തുണിസഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഉറപ്പുള്ള തുണിസഞ്ചി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തൊഴിലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുണി വാങ്ങിച്ചുകൊണ്ടെന്ന് തയ്ച്ച് കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു വരുമാനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്